നാട്ടിലെ ആൾക്കാർ ദേഷ്യം പെറ്റ് സ്റ്റേഷനിൽ പോകുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ പോകേണ്ടിരിക്കുന്നത് മോശമല്ലേ. അപ്പോൾ ഇന്നത്തെ ദിവസം അങ്ങോട്ടേക്ക് തന്നെ വിട്ടു. ഇതാണ് നമ്മളെ പെറ്റ് സ്റ്റേഷൻ. പണ്ട് പറശ്ശിനിക്കടവ് പാമ്പ് വളർത്തുക കേന്ദ്രത്തിലായിരുന്നു ഉള്ള സ്കൂളിൽ നിന്ന് കുട്ടികളെ തേച്ച് ടൂർ കൊണ്ടുകൊണ്ടിരുന്നത്. ഇപ്പോൾ അത് മാറ്റി പെറ്റ് സ്റ്റേഷൻ ആക്കിയിട്ടുണ്ട്. നിങ്ങൾ തന്നെ കണ്ടിട്ടില്ലേ, കുട്ടികളെ നേരെ തന്നെയുണ്ട് ഇതാ. ആ കുട്ടികളുടെ അതേ ലാഘവത്തോടെ ഞങ്ങളും ഉള്ളിലേക്ക് കയറി. അവസാനം ഒന്നും അറിയില്ലെങ്കിൽ എന്തൊക്കെയോ ടിങ്കു എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. വാ പൊളിച്ച് ഞാനും അജന്യ അത് കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ചെറിയ കുട്ടികളെയൊക്കെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവർക്ക് ഭയങ്കര വേർത്തായിട്ട് തോന്നും കേട്ടോ ഇത്. അതേപോലെ നമ്മളും ഫ്രണ്ട്സിനെ കൊണ്ടൊക്കെ പോവുകയാണെങ്കിൽ ഓരോരുത്തരെയും കമൻ്റൊക്കെ അടിച്ച് നമുക്കിങ്ങനെ ചില്ല് ചെയ്ത് പോകാൻ പറ്റുന്നൊരു സ്ഥലമാണിത്. അപ്പം കഴുതേനെ കണ്ടു. അത് കഴിഞ്ഞ് ഒട്ടകപ്പക്ഷീനോട് വർത്തമാനം പറയുന്ന അജന്യനെയാണ് അടുത്ത് നിങ്ങൾ കാണുന്നത്. ഇതിൻ്റെ ഏറ്റവും ബെസ്റ്റ് പാട്ട് വരുന്നത് എങ്ങനെയാണ്, അതായത് നമുക്ക് 4 ജീവികളെ കയ്യിൽ വെച്ച് ഫോട്ടോ എടുക്കാൻ വേണ്ടി പറ്റും. അതിൽ ഒന്നാമത്തതാണ് ഈ ഒരു പക്ഷി. ഇതിൻ്റെ ഒച്ച എന്ന് പറഞ്ഞാൽ അസഹനീയമാണ്. പിന്നെ ഞങ്ങളുടെ കൂട്ടത്തിൽ എന്ത് നേരിടാൻ മനക്കരുത്തുള്ളൊരു സാധനം ഉള്ളതുകൊണ്ട് ഞങ്ങൾക്ക് ആ പൈസ മുതലായി. ഒരു പാമ്പിനെ തൊട്ടിട്ട് നല്ല തണുപ്പ് എന്ന് പറയുന്നൊരു മനുഷ്യനെ കണ്ടിട്ടുള്ളൂ. അതാണ് ഞങ്ങൾ ടിങ്കു ബോയ്. ഇനി വരുന്നത് അജന്യയുടെ വിവിധ തരം ഭാവങ്ങളാണ്. അതൊന്ന് കണ്ടു നോക്കിക്കേ. ശൃംഗാരം, കരുണം, വീരം, രൗദ്രം, ഹാസ്യം, ഭയാനകം, ബീഭത്സം, അത്ഭുതം, ശാന്തം. ഇവയ്ക്ക് പുറമെ ഞാൻ തന്നെ ഗവേഷണത്തിൽ കണ്ടെത്തിയ 4 രസങ്ങൾ വേറെയുമുണ്ട്. ഈ ഓന്തിനെയൊക്കെ ഇവൻ കയ്യിൽ വെച്ച് എങ്ങനെയാണ് ധൈര്യത്തോടെ നിൽക്കുന്നതെന്ന് ഞങ്ങൾക്ക് ഇപ്പോഴും അറിയത്തില്ല. ഇപ്പോഴും എൻ്റെയൊക്കെ കൈ വിറക്കുന്നുണ്ട് ഇത് പറയുമ്പോൾ. ഒരു കുരങ്ങനെ മാത്രമേ വേറൊരു കുരങ്ങനെ തിരിച്ചറിയാൻ പറ്റുള്ളൂ. അപ്പം അജന്യ ആണെങ്കിലും ടിങ്കു ആണെങ്കിലും അതിനുള്ള ശ്രമത്തിലാണ്. ഒരു ജീവികളെയും വെറുതെ വിടാണ്ട് എല്ലാത്തിനെയും ഉപദ്രവിക്കാൻ മാക്സിമം ശ്രമിക്കുന്ന ഒരു ജീവിനെ കണ്ടല്ലോ, അതാണ് ഞങ്ങൾ അജന്യ. ഒട്ടകപ്പക്ഷീനെ കൊക്കിപ്പം പിടിച്ച് വലിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. അടുത്തതാണ് ഫിഷിന് നമ്മൾ തീറ്റ കൊടുക്കുന്നത്. നമുക്ക് കൈ കുത്തിയിട്ട് അതിലോട്ട് വെച്ച് കഴിഞ്ഞാൽ ഫിഷൊക്കെ നമ്മളെ കയ്യിൽ വന്നിരിക്കും. ഒരു ഫിഷ് സ്പാ തന്നെ നമുക്കവിടെ കാണാൻ വേണ്ടി പറ്റും. ഓരോരുത്തരായിട്ട് കൊടുക്കുമ്പോഴുള്ള എക്സ്പ്രഷൻ കണ്ട് നോക്കിയാലോ. ഇതെന്തൊരു പാട്. പിന്നെ ഇങ്ങനെയൊന്നും അല്ലടാ. മോർണിംഗ് വെയിലായതുകൊണ്ട് നമുക്ക് പുറത്തെവിടെയും പോയി അധികം സ്പെൻഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതിന് പറ്റിയ സ്ഥലമാണ് ഇത്. കുട്ടികളെയൊക്കെ കൂട്ടി വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും ഇത് ഇഷ്ടപ്പെടും. അപ്പം പോവാത്തവരാണെങ്കിൽ പോയി നോക്കുക എന്തായാലും. ഓക്കെ, ബൈ.